ഹുസൈൻ സലഫിയാണെന്ന് പറഞ്ഞത് അല്ലേ? നിങ്ങൾ തിരുത്തിയോ? അയാൾ തിരുത്തിച്ചോ? ആദർശ വ്യതിയാനം എന്ന പേരിൽ ഹുസൈൻ മടവൂരിന്റെ പേരില്, CP-യുടെ പേരില്, നമ്മുടെ പണ്ഡിതന്മാരുടെ പേരില് തറാവീഹ് ഒരു വിഷയമാക്കി കൊണ്ടുവന്നിരിക്കുന്ന ആളുകൾ ഹുസൈൻ സലഫിയുടെ പ്രഭാഷണം തിരുത്തിയോ? എന്താ അദ്ദേഹം പറഞ്ഞത്? തറാവീഹിന്റെ റക്അത്തുകളുമായി ബന്ധപ്പെട്ട ഹദീസുകൾ മുഴുവനും എണ്ണിയിട്ട് അദ്ദേഹം എന്തു ചെയ്തു? അവസാനം പറയുന്ന സംഗതി എന്താ? ഇതൊക്കെ നമ്മൾ പറയുന്നത് തറാവീഹിന്റെ റക്അത്തുകൾ 11 ഒതുങ്ങലാണ് ഉത്തമം എന്ന് പറയാനാണ്. അതിലപ്പുറമുള്ള അതിലേറെയുള്ള റക്അത്തുകൾ ആരെങ്കിലും നമസ്കരിച്ചാൽ അത് ഹറാമാണെന്നോ, അയാൾ നരകത്തിലാണെന്നോ, അയാൾ ഇസ്ലാമെന്ന് പുറത്താണെന്നോ നമുക്കാർക്കും വാദമില്ല എന്ന് പറഞ്ഞ, അങ്ങനെ പഠിപ്പിച്ച ഹുസൈൻ സലഫിക്ക് നേരെ ഒരു വ്യതിയാന ആരോപണമില്ല. ശേഷം കാലത്ത് 23, 36, 41 പരസ്പരങ്ങളുടെ പലരൂപത്തിൽ നടക്കുന്നുണ്ട്. പതിനഞ്ചോടിക്കാരന്റെ പരിശുദ്ധ ഹറമിൽ മക്കത്തും മദീനത്തും 23 നടക്കുന്നത് എന്ന്. അവിടെ 23 നടക്കുന്നുണ്ട്, 11 നടക്കുന്നുണ്ട്, 13 നടക്കുന്നുണ്ട്. ഓരോരുത്തരും അവരുടെ ഇഷ്ടത്തിനനുസരിച്ച് നമസ്കരിക്കുന്നു. മക്കയിലും മദീനയിലും നടക്കുന്ന കാര്യങ്ങളാണ്. അതല്ലെങ്കിൽ അത് മാത്രമാണ് ശരിയെന്നോ, അല്ലെങ്കിൽ അതാണ് റക്അത്തിന്റെ കൃത്യമായ എണ്ണം അവിടെ നോക്കിയിട്ട് മാത്രമേ രേഖപ്പെടുത്താവൂ എന്ന് ഇസ്ലാമിന്റെ ഒരു ഗ്രന്ഥങ്ങളിലും ആരും എഴുതി വെച്ചിട്ടില്ല. മഹാനായ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമസ്കരിച്ച നമസ്കാരത്തിൽ ഒതുങ്ങി നിൽക്കലാണ് ഏറ്റവും ഉത്തമം. അതിലപ്പുറമുള്ള റക്അത്തുകളിൽ ആരെങ്കിലും നമസ്കരിക്കുന്നുണ്ടെങ്കിൽ അവർ ഇസ്ലാമിൽ നിന്ന് പുറത്താണെന്നോ, അല്ലെങ്കിൽ ഹറാമായ പണിയാണോ ചെയ്തതെന്നോ, നരകത്തിലാണോ എന്നോ നമ്മളാരും ഇന്നേവരെ പറഞ്ഞിട്ടുമില്ല. കേട്ടല്ലോ? തറാവീഹുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട ഹദീസൊക്കെ അദ്ദേഹം ഉദ്ധരിച്ചു. എന്നിട്ട് പറയുന്നത് 11 ഒതുങ്ങി നിൽക്കലാണ് ഉത്തമം. അതിലപ്പുറമുള്ളത് ആരെങ്കിലും നമസ്കരിച്ചാൽ അത് ഹറാമായ പരിപാടിയാണെന്നോ, നരകത്തിൽ പോകുന്ന പരിപാടിയാണെന്നോ, ഇസ്ലാമെന്ന് പുറത്തു പോകുന്ന പരിപാടിയാണെന്നോ നമ്മളാരും ബാധിച്ചിട്ടില്ല. ഈ ആളുകൾ ഹുസൈൻ മടവൂരിനെ കുറിച്ച് ഖുറൂജുൽ മാരിഖ് എന്ന് പറഞ്ഞുകൊണ്ട് സൗദി അറേബ്യക്ക് കത്തെഴുതിയെന്തിനാ? ഇസ്ലാമിൽ നിന്ന് പുറത്തു പോയിരിക്കുന്ന മുർത്തദ്ദായിരിക്കുന്ന ഹുസൈൻ അബൂബക്കർ കോയെന്ന് എഴുതി കൊടുത്ത്. എന്തിന്? തറാവീഹ് ഏറംസ്കരിക്കാന്ന് പറഞ്ഞു പറഞ്ഞിട്ട് അതിന് തെളിവില്ല. എന്നാൽ തെളിവുള്ള കാര്യമാണ് പറഞ്ഞത്. ഈ തെളിവുള്ള വിഷയത്തിന് എന്തില്ല? ഒരു പ്രതികരണമില്ല. മാത്രമല്ല, ഇവര് ഔദ്യോഗികമായി വ്യതിയാനം ആരോപിച്ച് നൽകിയിരിക്കുന്ന പ്രബന്ധത്തിൽ അറബികളുടെ തറാവീനെ കുറിച്ച് പറയുന്നുണ്ട്, അറബികളുടെ തറാവീന്റെ തർക്കത്തെ കുറിച്ച് പറയുന്നുണ്ട്. തറാവീന്റെ തർക്കം മാത്രമല്ല, വേറെയും 3-4 വിഷയത്തെ തർക്കത്തെ കുറിച്ച് പറയുന്നുണ്ട്. എന്താ പറയുക നിലപാടെന്ന് വായിച്ചോക്കാം. എന്താ നിലപാട്? തറാവീഹിന്റെ റക്അത്തുകളുടെ എണ്ണം, സ്ത്രീ ജുമുഅ ജമാഅത്ത്, വെള്ളത്തിൽ മന്ത്രി ചൂതൽ, 2ാം ബാങ്ക്, പെരുന്നാളിന്റെ 2 ഖുതുബ പോലുള്ളവ ഇതിനുവേണ്ടി ഈ ചർച്ചയിലേക്ക് അനാവശ്യമായി വലിച്ചിഴച്ചിരിക്കുന്നു. ഇങ്ങനെ വിരലിലെണ്ണാവുന്ന ഏതാനും പ്രശ്നങ്ങളിൽ ചില്ലറ അഭിപ്രായ വ്യത്യാസങ്ങൾ ലോകത്തിന്റെ വിവിധ ഭാഗത്തുള്ള സലഫികൾക്കിടയിൽ നിലനിൽക്കുന്നുണ്ടെങ്കിൽ തന്നെ അതൊരു വ്യതിയാനമല്ല, മസ്അലയിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന ഭിന്നതയാണ്. എന്തൊക്കെ വിഷയങ്ങൾ അറബികൾക്കിടയിൽ അഭിപ്രായ വ്യത്യാസമുള്ളത്? തറാവീന്റെ റക്അത്തുകളുടെ എണ്ണം 1, സ്ത്രീകളുടെ ജുമുഅ ജമാഅത്ത് 2, വെള്ളത്തിൽ മന്ത്രിച്ചൂതൽ 3, 2ാം ബാങ്ക് 4, പെരുന്നാളിന് 2 ഖുതുബ 5. ഇതുപോലെ ഇത് അവസാനിക്കില്ല. ഇതുപോലുള്ള വിരലിൽ എണ്ണാവുന്ന, നിങ്ങൾ വിരലിലോ കൈമലോ എവിടെ എണ്ണാലും കുഴപ്പമില്ല, അങ്ങനെ എണ്ണാവുന്ന ചില വിഷയങ്ങളിൽ സലഫികൾക്കിടയിൽ, ലോകത്തുള്ള സലഫികൾക്കിടയിൽ ചില്ലറ അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട്. എത്ര ചില്ലറ പറഞ്ഞാൽ 11 റക്അത്താണ് റസൂലിന്റെ ചര്യ, പിന്നെ അതിക്കൊരു 12 കൂടി കൂട്ടിയപ്പോൾ ചില്ലറായി 11, 12, 23. ആ ചില്ലറ അഭിപ്രായ വ്യത്യാസം. അങ്ങനെ ചില്ലറ അഭിപ്രായ വ്യത്യാസങ്ങൾ ഇങ്ങനെ അവിടെ ഇവിടെ ഒക്കെ ഉണ്ട്. അത് അവർക്കിടയിലുള്ള ഒരു ആദർശ വ്യതിയാനൊന്നുമല്ല, അഭിപ്രായ ഭിന്നത മാത്രമാകുന്നു. മനസ്സിലായില്ലേ? ഇതെന്താ? അത് അറബികളെ കുറിച്ചാണ് പറഞ്ഞത്. അറബികൾക്ക് ഈ വിഷയത്തിലുള്ള അഭിപ്രായം അത് ആദർശ വ്യതിയാനമാണെന്ന് എഴുതാൻ പറ്റുമോ? ഇല്ല. അവിടേക്ക് ഇത് കൊടുക്കാൻ പറ്റുമോ? ഇല്ല. ഇത് സമർപ്പിച്ചുകൊണ്ട് വല്ലതും വാങ്ങാൻ പറ്റുമോ? ഇല്ല. ദീനാറിന്റെ മുകളിൽ കയറി നിന്ന് ദീനിനെ കുറിച്ചുള്ള ചർച്ച നടത്തുമ്പോൾ അങ്ങനെയൊക്കെ ഉണ്ടാവും. അത് മൊയിലേക്ക് തിരിയില്ല. കാരണം മൊയിലേർ അടുത്തായിട്ട് വന്നാണേ. മൊയിലേർ വരുന്നതിന് മുമ്പ് തുടങ്ങിയ വലിയ കുത്തിത്തിരിപ്പ്. അത് തിരിയാത്തോണ്ട് അദ്ദേഹം കരുതിയത് ഈ സാധുക്കൾ പറഞ്ഞ അതുപോലെ തന്നെ ശരിയാന്നാ. അതിന് മൂപ്പരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. അത് എറണാകുളം ആലപ്പുഴയൊക്കെ താണ്ടി കൊടുങ്ങല്ലൂർ വഴിവിടെ എത്തുമ്പോഴേക്ക് ഒരുപാട് പ്രശ്നം ഉണ്ടാവും. അപ്പൊ നിർവാഹമില്ല. ഏതായിരുന്നാലും ഇങ്ങനെയാണ് ഇതിന്റെ കാര്യങ്ങൾ പോകുന്നത്. തീർന്നില്ല.
ഇനി ഒരുപാടുണ്ടല്ലേ. ഇവരുടെ കുറച്ച് വിഷയങ്ങൾക്ക് മറുപടിയും പറയാണ്ട് എപ്പോഴാ തീരല്ല പോലെ കുറച്ചുകൂടി പോയി നോക്കാം. പിന്നെ ഇവർ നമ്മുടെ സ്ത്രീകളെ ബുദ്ധിമുട്ടാക്കുന്നു. നമ്മളെ സ്ത്രീകൾ പിന്നെ മനുഷ്യന്മാരെ കുട്ടികളെ മാത്രം പ്രസവിച്ചാൽ പോരാ, പിന്നെ കുറച്ച് ജിന്നിൻ്റെ കുട്ടികളെയും പ്രസവിക്കണം. അങ്ങനെ തുടങ്ങി കുറേ സംഗതികൾ കുറച്ച് നമ്മൾ കേട്ടു നോക്കാം. അപ്പോൾ ജിന്നുകൾ മനുഷ്യ സ്ത്രീകളെ സ്പർശിക്കാൻ ഇടയുണ്ട് എന്നുവരെ വ്യാഖ്യാനം നൽകിയ ഇമാം അബൂ ഹനീഫയെ പോലെ, ഇമാം ഇബ്നു തൈമിയ്യയെ പോലെയുള്ള, ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യയെ പോലെയുള്ള പണ്ഡിതന്മാർ ആ നിലക്കും വ്യാഖ്യാനം നൽകിയത് നമുക്ക് കാണാൻ സാധിക്കും. വിശദീകരണങ്ങൾ ഈ ആയത്തിന്റെ അടിസ്ഥാനത്തിൽ മാത്രമല്ല, അത് സംഭവിക്കുകയില്ല എന്ന് പറയാവുന്ന ഒരു രേഖയും ഖുർആനിലോ സ്വഹീഹായ ഹദീസുകളിലോ ഇല്ല. ജിന്നും മനുഷ്യനും തമ്മിൽ വിവാഹം നടക്കുമോ, അതിപ്പോ കാര്യമായി ചർച്ച ചെയ്യേണ്ട ഒരു വിഷയമാണോ അല്ലയോ എന്നതിലുപരി നമ്മെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ഒരു സംഭവം നടക്കുക എന്നുള്ളത് ഖുർആനിനോ സുന്നത്തിനോ പ്രകൃതിക്കോ എതിരല്ല. അതിനെ എതിർക്കുന്ന ഒന്നും പ്രാമാണികമായി കടന്നു വന്നിട്ടില്ല. ഇതാണ് വിവാഹം. നിങ്ങൾ ഭാര്യാഭർത്തൃ ബന്ധങ്ങളിൽ ഏർപ്പെടുന്ന സമയത്ത് നമ്മുടെ ഭക്ഷണത്തിൽ പങ്കെടുക്കുന്നത് പോലെ ലൈംഗിക വേഴ്ചയിൽ ജിന്നുകൾ പങ്കെടുക്കും. ജിന്ന് ലൈംഗിക വേഴ്ച നടത്തുമോ? ബുഖാരിയിലെ ഹദീസ്. എങ്ങനെ പങ്കെടുക്കും നമുക്ക് അറിഞ്ഞൂടാ. നമ്മുടെ ഭക്ഷണത്തിൽ നിന്ന് അണുക്കൾ എത്ര കൊണ്ടുപോകണമെന്ന് നിങ്ങൾക്കറിയോ? ബാക്ടീരിയകൾ എത്ര കൊണ്ടുപോകണമെന്ന് നിങ്ങൾക്കറിയോ? ഇല്ല. അതുപോലെ ജിന്നുകൾ എത്ര കൊണ്ടുവന്ന് അറിയില്ല. ജിന്നുകൾ എങ്ങനെയാണ് ലൈംഗിക വീഴ്ചയിൽ പങ്കാളികളാവുന്നത് എന്ന് ഭൗതികമായി നമുക്ക് അറിയില്ല എന്ന് കരുതി അങ്ങനെ ഒരു പ്രതിഭാസമില്ല എന്നാരും കരുതരുത്. ബിസ്മില്ല എന്ന് ചൊല്ലാതെ ഒരാൾ ഭാര്യയുമായി ലൈംഗിക വീഴ്ചയിൽ ഏർപ്പെട്ടാൽ ആ ഏർപ്പാടിൽ ഒരു ശൈത്വാൻ കൂടി പ്രവേശിക്കും. അതുകൊണ്ട് നിങ്ങൾ ബിസ്മില്ല, മനസ്സിലായില്ലേ, അഊദു ബില്ലാഹി എന്ന് നമ്മൾ പറയണം. അല്ലാഹുമ്മ ജന്നിബി ശൈത്വാന മിമ്മാ റസഖ്തനാ എന്ന് നമ്മൾ എന്ത് ചെയ്യണം? ദുആ ചെയ്യണമെന്ന് പഠിപ്പിച്ചു. ഖുർആനിൽ നിങ്ങൾക്ക് കാണാം 18-ാമത്തെ സൂറത്തിലെ 50-ാമത്തെ ആയത്ത്, അഫ തത്തഖിദൂനഹു ദുർരിയതഹു ഔലിയ മിൻ ദൂനി, എന്നെ കൂടാതെ ഔലിയാക്കന്മാരെ, അവനെയും അവന്റെ മക്കളെയും നിങ്ങൾ ഔലിയാക്കളായി സ്വീകരിക്കുകയാണോ? ഷെയ്ത്താനും ഷെയ്ത്താന്റെ മക്കളും. അപ്പൊ ജിന്നുകൾക്ക് ജിന്നുകളിലും മക്കളുണ്ടാകും, ജിന്നുകൾക്ക് മനുഷ്യരിലും മക്കളുണ്ടാകും. അപ്പൊ ഈ നടന്നു വരുന്ന മനുഷ്യനാരാ? ഈ ക്ലാസ് എടുക്കുന്ന മൗലവി ഏതാ? ചോദ്യമാണ്. ഇയാൾ ഏതെങ്കിലും ജിന്നിന്റെ മോനാണെങ്കിലോ അള്ളാഹു അല്ലാതെ നമ്മളെ കാത്ത് രക്ഷിക്കുമാറാവട്ടെ. മനുഷ്യൻ തന്നെ ആയിരിക്കും, പക്ഷേ അള്ളാഹുവിന്റെ കാവലില്ലെങ്കിൽ ഷെയ്ത്താന്റെ സ്വഭാവവും പ്രവർത്തനവും, ഷെയ്ത്താന് വേണ്ടിയുള്ള ദഅവത്തും പോസ്റ്ററും മാത്രമേ നമ്മുടെ കയ്യിലുണ്ടാവുള്ളൂ. ദീനുൽ ഇസ്ലാമിന് വേണ്ടി ഇല്ലാത്തൊരവസ്ഥ വരും. അതെന്തുകൊണ്ടാണ്? ഭാര്യാഭർത്തൃ ബന്ധത്തിന്റെ സമയത്ത് പിശാചിൽ നിന്ന് അവൻ ശരണം തേടുന്നില്ലെങ്കിൽ ഏർപ്പാടിൽ ഷെയ്ത്താൻ കൂടി പങ്കാളിയാകും. പിന്നെ അല്ലാതെ ഇവിടെ ഏതെങ്കിലും ഒരു പെണ്ണ് വ്യഭിചരിച്ചിട്ട് ഒരു വയറും കാട്ടി വന്നിട്ട് ഇത് ജിന്നിൻ്റെതാണെന്ന് പറഞ്ഞാൽ, ജിന്നിനോട് വ്യഭിചരിച്ചാലും മനുഷ്യനോട് വ്യഭിചരിച്ചാലും വ്യഭിചാരം തന്നെയാണ്, അവർക്ക് ന്യായമായ തന്നെയാണ് പകരം കൊടുക്കേണ്ടത്. അതിനെ ദുരുപയോഗപ്പെടുത്തുന്നവരുണ്ടാകുമെന്ന് കരുതി നമ്മൾ ആരും ഭാര്യാഭർത്തൃ ബന്ധത്തിൽ ഏർപ്പെടുന്ന സമയത്ത് ബിസ്മി അല്ലാതിരിക്കണ്ട, ഷെയ്ത്താനിൽ നിന്ന് ശരണം തേടാതിരിക്കണ്ട. മനസ്സിലായില്ലേ? അതിനെ ദുരുപയോഗപ്പെടുത്താൻ ആളുണ്ടാവുമല്ലോ. എല്ലാവരും മന്ദബുദ്ധികളാണെന്ന വിചാരം ലോകത്ത്. ഒരിക്കലുമല്ല. എവിടെ ശരിക്കും ഖുറാഫാത്ത് എന്താണ്, യാഥാർത്ഥ്യം എന്താണെന്ന് വേർതിരിക്കണം. അതിനാണ് തെളിവുകൾ, അതിനാണ് പ്രമാണങ്ങൾ. അല്ലാതെ ഇവിടെ ഒരു മനുഷ്യന്റെ രൂപത്തിൽ വന്ന് വേഴ്ചയിൽ ഏർപ്പെടും എന്നല്ല നമ്മൾ പറയുന്നത്. അതേക്കുറിച്ച് അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട്. ആ വിഷയത്തിൽ അഭിപ്രായം ഉറപ്പുള്ളത് തന്നെ പറയാൻ എമ്പാടുണ്ട്. അഭിപ്രായ വ്യത്യാസം നമുക്ക് മറ്റൊരിക്കൽ പറയാം. ഞാൻ പറഞ്ഞു, മനസ്സിലായില്ലേ? അതുകൊണ്ട് അതുണ്ടാകുമോ ഇല്ല എന്നുള്ളത് വേറൊരു ചർച്ചയാണ്. നിങ്ങൾക്ക് സ്വർഗ സ്ത്രീകളെ പരിചയപ്പെടുത്തുന്നിടത്ത് സൂറത്തു റഹ്മാനിൽ തന്നെ 56-ാമത്തെ ആയത്തിൽ 2 തവണ ലം യത്മിസുന്ന ഇൻസുൻ ഖബ്ലഹും വലാ ജാൻ. കണ്ടോ? മനുഷ്യൻ സ്പർശിച്ചിട്ടില്ല, ജിന്നും സ്പർശിച്ചിട്ടില്ല. മനുഷ്യന് കൊടുക്കുന്ന ഇണകളെ പറ്റിയാ പറയുന്നത്. മനുഷ്യർക്ക് വേണ്ടി മനുഷ്യരിൽ നിന്ന് അള്ളാഹു സ്വർഗത്തിൽ സൃഷ്ടിച്ച സ്ത്രീകളെ പറ്റിയാ പറയുന്നത്. മനുഷ്യരും അവരുമായി ലൈംഗിക വീഴ്ചയിൽ ഏർപ്പെട്ടിട്ടില്ല, ജിന്നുകളും ഏർപ്പെട്ടിട്ടില്ല. എന്താ ജിന്നുകൾ ഏർപ്പെട്ടിട്ടില്ല എന്ന് പ്രത്യേകം പറയേണ്ടത്? ഒരിക്കലും ഏർപ്പെടില്ലെങ്കിൽ പറയേണ്ട കാര്യമുണ്ടോ? സാധ്യതയുണ്ട്. അത് എങ്ങനെ ഏർപ്പെടും? അതാ, നിങ്ങൾ അള്ളാഹിന്റെ നാമം മറന്നുകൊണ്ട് പോയാൽ നിങ്ങളെ കൂടെ വരും. ഏതെങ്കിലും നിലക്ക് സ്വർഗ സ്ത്രീകളുമായി ജിന്നുകൾ ലൈംഗിക വീഴ്ചയിൽ ഏർപ്പെട്ടിട്ടില്ല. അതിൽ നിന്ന് വീഴ്ചയിൽ ഏർപ്പെടാനുണ്ട് എന്നല്ലേ സാധ്യത മനസ്സിലാകുന്നത്? ഏർപ്പെടൂല എന്നുള്ളതിന് മൗലവിമാർ തെളിവ് കൊണ്ടിരട്ടെ. ഏർപ്പെടില്ല എന്നുള്ളതിന് മൗലവിമാർ ഏതായാലും തെളിവ് കൊണ്ടുവരണം. കാരണം മൗലവിമാർക്ക് കിട്ടൂലല്ലോ. മൗലവിമാർ ഏതായാലും അത് ഏർപ്പാടാക്കി നടക്കുകയാണ്. ഇതിപ്പോ ഇയാൾ പറഞ്ഞത്, ഇയാൾ ഈ തെറ്റിദ്ധരിപ്പിക്കുന്ന ഭാഗങ്ങൾ ശ്രദ്ധിക്കേണ്ടതാണ്. അത് ജിന്ന് ലൈംഗിക വീഴ്ച നടത്തുമോ? ബുഖാരിയിലെ ഹദീസ്. ജിന്ന് ലൈംഗിക വീഴ്ച നടത്തുമല്ലോ എന്നുള്ള ചർച്ച അവിടെ ഇല്ല. ജിന്ന് മനുഷ്യ സ്ത്രീകളുമായി ലൈംഗിക വീഴ്ച നടത്തുമോ എന്നാണ് ചർച്ച. അതിന് ബുഖാരിയിലെ ഹദീസ് ഉണ്ടോ?